നമുക്കെല്ലാവർക്കും ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് ഈ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി വിശേഷാൽ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ജിനുവിനെ കർത്താവ് കൃപയാൽ നിറയ്ക്കേണ്ടതിനായി കർത്താവിന്റെ അളവില്ലാത്ത കൃപ തന്റെ മകന്റെ മേൽ പകരേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. മൗനമായി എല്ലാവരും കണ്ണുകളെടുത്ത് പ്രാർത്ഥിച്ചാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായി അങ്ങേക്ക് വീണ്ടും നന്ദി പറയുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ ദിവസം കർത്താവെ അങ്ങയുടെ മകന് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ രാവിലെ സമയം കർത്താവെ ഞങ്ങളിവിടെ കർത്താവ് ഒരുമിച്ച് കൂട്ടി കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ അങ്ങയുടെ മകനെ കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മകന്റെ മേൽ അളവില്ലാത്ത കൃപ പകരണമേ. അങ്ങയുടെ മകനെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ നടത്തുന്ന അടിയനെയും അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. സ്വർഗം പ്രസാദിക്കുന്ന ഒരു ശുശ്രൂഷയാക്കി ഇത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുഴുകൽ സ്നാനമാണ് കൊടുക്കുന്നത്, അതെല്ലാവർക്കും അറിയാമല്ലോ. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായത്. ബാപ്റ്റിസോ എന്ന് പറഞ്ഞാൽ മുഴുകൽ, ഏതെങ്കിലും ഒരു വസ്തുവിനെ മുഴുവനായി വെള്ളത്തിൽ മുക്കി പൊക്കിയെടുക്കുന്നതിനെയാണ് ഗ്രീക്കിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അതിനാൽ നമ്മൾ തളിക്കൽ സ്നാനമല്ല, മുഴുകൽ സ്നാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തളിക്കൽ സ്നാനം ഒരിക്കലും ബൈബിൾ അംഗീകരിക്കുന്നതല്ല. ആയതിനാൽ കർത്താവ് കൽപ്പിച്ചത് മാതിരി, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ കൽപ്പിച്ചത് മാതിരി നമ്മളിപ്പോൾ മുഴുകൽ സ്നാനം ജിനുവിന് കൊടുക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം.
ബൈബിൾ വാക്യങ്ങൾ വായിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടും കൂടെ ബൈബിൾ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി Gospel of Matthew chapter 3, 13 to 17. Then Jesus came from Galilee to the Jordan to be baptized by John. But John tried to deter him, saying, "I need to be baptized by you. Do you come to me?" Jesus replied, "Let it be so now. It's proper for us to do this, to fulfill all righteousness." Then John consented. As soon as Jesus was baptized, he went up out of the water. At that moment, heaven was open, and he saw the Spirit of God descending like a dove and alighting on him. And a voice from heaven said, "This is my Son, whom I love. With him I am well pleased." Gospel of Matthew chapter 28, verses 18 to 20. Then Jesus came to them and said, "All authority in heaven and on earth has been given to me. Therefore go and make disciples of all nations, baptizing them in the name of the Father and of the Son and the Holy Spirit, and teaching them to obey everything I have commanded you. And surely I am with you always to the very end of the age." Gospel of Mark chapter 16, verses 15 to 16. He said to them, "Go into all the world and preach the gospel to all creation. Whoever believes and is baptized will be saved, but whoever does not believe will be condemned." Acts chapter 2, verses 38 to 42. Peter replied, "Repent and be baptized, every one of you, in the name of Jesus Christ, for the forgiveness of your sins. You will receive the gift of the Holy Spirit. The promise is for you and your children, for all who are far off, for all whom the Lord our God will call." With many other words, he warned them and he pleaded with them, "Save yourselves from this corrupt generation." Those who accepted his message were baptized. About 3,000 were added to their number that day. They devoted themselves to the apostles' teaching and fellowship, to the breaking of bread and to prayer. Colossians chapter 2, verse 12. Having been buried with him in baptism, with which you were also raised with him, through your faith in the working of God who raised him from the dead. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനപ്രകാരം വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കർത്താവ് കൽപ്പിച്ചത് പ്രകാരം ജിനു വർഗീസ് കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ സുവിശേഷത്തിലും വചനത്തിലും എല്ലാം വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനാൽ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം കർത്താവിൻ്റെ മകന് ഇപ്പോൾ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് ദൂരസ്ഥരായി വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതല്ലോ എന്ന വചനപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തന്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷിതാവായി കർത്താവായി ഏറ്റുപറഞ്ഞ് ജിനു വർഗീസ് ഇപ്പോൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകുവാൻ കർത്താവ് പഠിപ്പിച്ച ഉപദേശം ആണ്, ആദ്യ നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ഉപദേശമാണ് മാനസാന്തരപ്പെടുക, ജലസ്നാനമെടുക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. കർത്താവ് കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ശിഷ്യരായി തീരുവാൻ കർത്താവിന്റെ വചനപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയുള്ളൂ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും കർത്താവിന്റെ വചനപ്രകാരം വചനത്തോട് കൂടിയ ജലസ്നാനം ഇതുവരെയും എടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാറ്റമില്ലാത്ത കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്
ജലസ്നാനം എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തു. നമ്മൾ പോകേണ്ടുന്ന വഴി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. അവന്റെ അതേ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു പാത, ഒരു വഴി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് അവൻ അതിവിശുദ്ധ സ്ഥലത്ത് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള വചനപ്രകാരം കർത്താവ് വേഗത്തിൽ വരുവാൻ പോകുന്നു. അവൻ കാണിച്ചു തന്ന വഴിയിലൂടെ അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു വേഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകും. നമുക്കൊരിക്കൽ കൂടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവചനത്തിന് നമ്മൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ, വചനത്തോടു കൂടിയ ജലസ്നാനം ഇതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ കരുത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.